റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിക്കുന്നു. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈശോ നമ്മളെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് പഠിപ്പിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ചില ആളുകൾ പറയാറുണ്ട്, ക്രിസ്ത്യാനികൾ എല്ലാവരെയും അപ്പ എന്ന് വിളിക്കുന്നു, ക്രിസ്ത്യാനികൾ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്നു, എൻ്റെ വീട്ടിലെ അച്ഛനല്ലേ എൻ്റെ അച്ഛൻ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തെ അപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സകലതും എൻ്റെ സഹോദരങ്ങളാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എനിക്ക് ചേരുന്നവരാണ്, അവിടുത്തെ മക്കളായതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു വലിയ ആ ഇൻക്ലൂസീവ്നെസ്സിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സാലിറ്റിയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു അനുഭവത്തിലേക്കാണ് ആബാ പിതാവേ എന്നുള്ള ആ ഒരു ബോധ്യം കൊണ്ട് നമുക്ക് ലഭിക്കുന്നു. ആ ഒരു ബോധ്യം ഹൃദയത്തിനുള്ളവന് എല്ലാവരോടും ക്ഷമിക്കാൻ എളുപ്പമാണ്. ആ ബോധ്യം ഹൃദയത്തിനുള്ളവന് എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സ്വീകരിക്കുവാനും എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ബോധ്യം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് എന്നാണ് ഇന്ന് ഈ വചനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവുള്ളവനെ പിതാവായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കൂ. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആവശ്യമാണ്. അശുദ്ധാരൂപികളെയല്ല നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സത്യദൈവത്തെ കണ്ട് സത്യദൈവത്തെ നമ്മൾ ആരാധിച്ചുകൊണ്ട് അവിടുത്തെ പിതാവേ എന്ന് വിളിക്കുന്നു. അവിടെ ഭയത്തിന് സ്ഥാനമില്ല, അവിടെ സ്നേഹത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. എൻ്റെ ആത്മാവിനെയും ദൈവത്തിൻ്റെ ആത്മാവിനെയും കൂട്ടിയിണക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഞാൻ അവിടുത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്. എനിക്കും ആ ദൈവത്തിനും ഇടയിലുള്ള ഒരു പൊക്കിൾ കൊടി ബന്ധമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള അഭിഷേകം കൊണ്ട്, അങ്ങനെ ജീവിക്കാനുള്ള അഭിഷേകം കൊണ്ട് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.